എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? യെസ്, ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ് അഥവാ ഇന്നത്തെ ചേരുവകൾ, ദാറ്റ് ഈസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് MCQs, അഡോൾസൻറ്റ് സൈക്കോളജിയുടെ തേർഡ് പാർട്ടായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഗോസ് ദ ഫസ്റ്റ് വൺ. വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബെറ്റർ ടീച്ചർ? Options are the one strictly following the disciplinary guidelines, the one devoting full time to the school, the one who is interested in overall development of students, the one who develops leadership in his students. And the answer is the one who is interested in overall development of students. Better teacher ആണ് കൊടുത്തിരിക്കുന്നത്. So please focus overall development of students. And second one is motivation is a dash. Options are natural state, physical state, psychological state, none of the above. And the answer is psychological state. Motivation is a psychological state. നമ്മൾ ഓൾറെഡി മോട്ടിവേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. Motivation is divided into two, intrinsic as well as extrinsic motivation. Intrinsic motivation എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ മോട്ടിവേഷൻ ആണ്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ മോട്ടിവേഷൻ ആണ്. ഇൻട്രിൻസിക് നാച്ചുറലി റിവാർഡ് തരുമ്പോൾ എക്സ്ട്രിൻസിക് ആർട്ടിഫിഷ്യലി എക്സ്റ്റേണൽ റിവാർഡാണ് തരുന്നത്. സോ മോട്ടിവേഷൻ ഈസ് എ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്. ആൻഡ് തേർഡ് വൺ ഈസ് വൈ ഈസ് എഡ്യൂക്കേഷൻ ഫിലോസഫി ഇമ്പോർട്ടൻറ്റ് ഫോർ ടീച്ചേഴ്സ്? Options are it is the backbone of all disciplines, otherwise every teacher will have his own philosophy. They are otherwise not taught this. It helps in improving themselves in the role of a teacher. And the answer is it helps in improving themselves in the role of a teacher. So educational philosophy അതോർത്ത് വയ്ക്കുക. എഡ്യൂക്കേഷൻ ഫിലോസഫിയിൽ എന്താ ഉത്തരം വരുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് ദംസെൽസ് ഇൻ ദ റോൾ ഓഫ് എ ടീച്ചർ. ഓക്കെ, so please focus educational philosophy and their answer the role of a teacher improving. And the fourth one, education would be meaningful when it is dash centered. Options are curriculum, society, student, teacher. And the answer is student centered. Education would be meaningful when it is student centered. ഇപ്പോൾ നമുക്കൊരു ടീച്ചിങ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ അറിയാം. ഫസ്റ്റ് ബിഹേവിയറിസം, ദെൻ കോഗ്നിറ്റിവിസം, ദെൻ ഫൈനലി കൺസ്ട്രക്റ്റിവിസം. ഇതാണ് ഒരു എവല്യൂഷൻ. കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് മെത്തേഡ് പറയുമ്പോൾ ഇതാണ്. ഇപ്പോൾ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് ആണ്, അല്ലാതെ ടീച്ചർ സെൻറ്റേഡ് അല്ല. ടീച്ചർ അവിടെ ഒരു ഫെസിലിറ്റേറ്ററും മെൻറ്ററും ഗൈഡൊക്കെയാണ്. സോ സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഹെൽപ്സ് ഡാഷ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ഓപ്ഷൻസ് ആർ സ്ലോ ലേണിംഗ്, ഇൻ്റലിജൻറ്റ്, പ്ലേഫുൾ, ക്യൂരിയസ്. ആൻഡ് ദ ആൻസർ ഈസ് സ്ലോ ലേണിംഗ്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഹെൽപ്പ് സ്ലോ ലേണിംഗ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. നമ്മൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. Audio visual aids divided into three: projected aids, non-projected aids, and activity aids. Okay. And the sixth one is NUEPA is concerned with. Options are educational evaluation, educational planning, educational supervision, and educational unity. And the answer is educational planning. NUEPA എന്തെന്നറിയോ? The abbreviation of NUEPA is National Institute of Educational Planning and Administration. It is a research-focused university located in New Delhi. Okay, so NUPA is concerned with educational planning. And the seventh one is through which mental activity do we transform available information to reach conclusions? Options are motivating, problem solving, reasoning, thinking. And the correct answer is റീസണിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ പ്ലീസ് സ്ട്രെസ് റീസണിങ് ആൻഡ് ഇറ്റ്സ് ഡിവിഷൻ, ഇൻഡക്റ്റീവ് റീസണിങ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ ആ കാര്യം ഫോക്കസ് ചെയ്ത് പഠിക്കാം. ആൻഡ് ദ എയ്ത്ത് വൺ, ദ കോൺസെപ്റ്റ് ഓഫ് SUPW വാസ് എലുസിഡേറ്റഡ് ബൈ ഡാഷ്. ആദിശ്യ കമ്മിറ്റി, ഈശ്വർ ഭായ് പട്ടേൽ റിവ്യൂ കമ്മിറ്റി, രാമമൂർത്തി കമ്മിറ്റി, സമ്പൂർനാഥ് കമ്മിറ്റി. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ആൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, ഈശ്വർ ഭായ് പട്ടേൽ റിവ്യൂ കമ്മിറ്റി. SUPയുടെ ഓൾറെഡി അറിയാമല്ലോ. SUPW എന്ന് പറയുകയാണെങ്കിൽ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്കാണ് SUPW. ഇറ്റ് ഈസ് എ പർപ്പസീവ് പ്രൊഡക്റ്റീവ് വർക്ക് ആൻഡ് സർവീസസ് റിലേറ്റഡ് ടു ദ നീഡ്സ് ഓഫ് ദ ചൈൽഡ് ആൻഡ് കമ്മ്യൂണിറ്റി.
അപ്പോൾ ദ കോൺസെപ്റ്റ് ഓഫ് SAPW കൊണ്ടുവന്നത് issued by Butler Review Committee in 1977. And the ninth one is social change would bring a change in which of the following? Options are attitudes, ideals and values, human relationship, structure of the society, all the three above. And the answer is all the three above: attitudes, ideals and values, human relationship and structure of the society. ചോദ്യം ഒന്നുകൂടി പറയാം. Social change would bring a change, all the three above. And the 10th and last one is you want to ensure participation of more students in class. Which are the following methods of teaching would you adopt? ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പാർട്ടിസിപ്പേഷൻ കൂടുതൽ കൊണ്ടുവരണമെങ്കിൽ ഏത് ടെക്നിക്, ഏത് മെത്തഡ് ഉപയോഗിക്കണം? ഓപ്ഷൻസ് ആർ ഡെമോൺസ്ട്രേഷൻ, ഡിസ്കഷൻ, റെസിറ്റേഷൻ ആൻഡ് റോൾ പ്ലേ. ആൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, ഡിസ്കഷൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡോളസെന്റ് സൈക്കോളജിയുടെ തേർഡ് പാർട്ടായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 10 ക്വസ്റ്റ്യൻസ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പഠിച്ച കാര്യം തന്നെയാണ്, ജസ്റ്റ് റീവിസിറ്റ് ചെയ്യുക, 2-3 വട്ടം വീഡിയോ കാണുക, അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലേക്ക് തെളിഞ്ഞു വരും. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാം. ബൈ.